ഹായ് ഫ്രണ്ട്സ്, ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ബ്ലൗസ് നല്ല ഫിനിഷിങ്ങിൽ തയ്യൽ തുമ്പൊന്നും കാണാതെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിതിൽ ബ്ലൗസിൻ്റെ ബെൽറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആദ്യം ബെൽറ്റ് നമ്മൾ എപ്പോഴും അടിച്ച് തിരിക്കുമല്ലോ എക്സ്ട്രാ പീസൊക്കെ വെച്ചിട്ട്, അതേപോലെ ഫിനിഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ 3 പീസാണല്ലോ പൊതുവെ ബെൽറ്റിൽ വെക്കുക. അപ്പോൾ അതിൽ ഒരു പീസിനെ സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ മാറ്റിയിട്ട് ബാക്കിയുള്ള 2 പീസിനെ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നമ്മൾ ബോഡി പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേഗം അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെറുതെ റഫായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ ബോഡി പോർഷനിൽ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുക അതേപോലെ തന്നെ ഇതിലും ചെയ്യുക. ബെൽറ്റിനെ ബോഡി പോർഷനിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ബെൽറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പീസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ പീസിന് അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വിടുക കേട്ടോ. എന്നിട്ട് വേറെ നമ്മൾ 2 പീസ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തുവല്ലോ, അപ്പോൾ ആ പീസിനെ വെച്ചിട്ട് വേണം ബോഡി പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാൻ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭാഗം മുകളിൽ വരുന്ന പോലെ ഇതേപോലെ വെക്കുക. എന്നിട്ട് നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് വിട്ട പീസ് സ്റ്റിച്ച് ചെയ്യരുത്, അത് അതേപോലെ തന്നെ വിടാം. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ ബോഡി പീസിനെ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളിപ്പോൾ ബെൽറ്റും ബോഡി പോർഷനും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തുവല്ലോ, അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ വിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പീസിൻ്റെ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചുവല്ലോ നമ്മുടെ ബോഡി പീസ്, അപ്പോൾ അതിന് ഇതേപോലെ ആ ഗ്യാപ്പ് കൂടെ ഒന്ന് വലിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതല്ലോ, അപ്പോൾ അതിൽ കൂടെ തന്നെ ഒരു പതിച്ചടി അടിച്ചെടുക്കുക. അതാകുമ്പോൾ കറക്റ്റ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ താഴെ ഫിറ്റായിട്ട് കിടക്കും. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയിട്ട് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഓവർലോക്ക് മെഷീനൊന്നും ഇല്ലാതെ തയ്യൽ തുമ്പും കാണാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.